എട്ടാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള കാലതാമസം നീളുന്നത് ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനിടെ റെയിൽവേ ജീവനക്കാർ അടിസ്ഥാന ശമ്പളം സംബന്ധിച്ച് ഉന്നയിച്ച ആവശ്യങ്ങളും ചർച്ചയാവുകയാണ്. പ്രധാന ജീവനക്കാരുടെ ഗ്രൂപ്പുകൾ വിശദമായ നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. എട്ടാം ശമ്പള പരിഷ്കരണത്തിലുണ്ടാകുന്ന കാലതാമസം രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജീവനക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. അടിസ്ഥാന ശമ്പളം, DA, പെൻഷൻ തുടങ്ങിയവയിൽ നിരവധി ആവശ്യങ്ങളാണ് ജീവനക്കാരുടെ സംഘടനകളും യൂണിയനുകളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനിടെ റെയിൽവേ ജീവനക്കാർ അടിസ്ഥാന ശമ്പളം സംബന്ധിച്ച് ഉന്നയിച്ച ആവശ്യമാണ് ചർച്ചയാവുന്നത്. ഇന്ത്യൻ റെയിൽവേ ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ, റെയിൽവേ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ സൊസൈറ്റി എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ജീവനക്കാരുടെ ഗ്രൂപ്പുകളാണ് വിശദമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം എട്ടാം ശമ്പള കമ്മീഷൻ യോഗ്യരായ പങ്കാളികളിൽ നിന്ന് മെമ്മോറാണ്ടം ക്ഷണിച്ചതിന് പിന്നാലെയാണ് ആവശ്യമുന്നയിച്ചത്. ശമ്പള ഘടനയിൽ അഴിച്ചുപണി, വാർഷിക ഇൻക്രിമെന്റ്, ജീവനക്കാർക്കായുള്ള അലവൻസുകൾ എന്നിവയിലാണ് പ്രധാനമായും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ചെലവുകളെ അടിസ്ഥാനമാക്കി ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 52,600 രൂപയായി പരിഷ്കരിക്കണമെന്നാണ് IRTSA ആവശ്യപ്പെടുന്നത്. RSWS ശമ്പളം എത്രയാക്കണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 2026 ജനുവരി 1 വില സൂചികയെ അടിസ്ഥാനമാക്കി കണക്കാക്കണമെന്നാണ് ആവശ്യം. ഫിറ്റ്മെന്റ് ഫാക്ടറിലെ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലെവൽ 1 തസ്തികകൾക്ക് 2.92 ഫിറ്റ്മെന്റ് ഫാക്ടറും ലെവൽ 6, 7, 8 തസ്തികകൾക്ക് 3.5 ഇടത്തരം തസ്തികകളായ ലെവൽ 9 മുതൽ 12 വരെയുള്ളവർക്ക് 3.8 എന്നിങ്ങനെയാണ് ഉന്നയിച്ചിട്ടുള്ള ആവശ്യം. ജൂനിയർ എഞ്ചിനീയർമാർ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർമാർ എന്നിവരുടെ ജോലിയിലെ ഉത്തരവാദിത്തങ്ങളും അപകട സാധ്യതകളും കണക്കിലെടുത്ത് അവരുടെ പേ ലെവലുകൾ ഉയർത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ജൂനിയർ എഞ്ചിനീയർമാർക്കായി ലെവൽ 7 ആരംഭിക്കുന്ന 5 ഗ്രേഡ് ശമ്പള ഘടന നടപ്പിലാക്കണമെന്നും സീനിയർ സെക്ഷൻ എഞ്ചിനീയർമാർക്ക് ഗ്രൂപ്പ് B ഗസറ്റഡ് പദവി നൽകണമെന്നും പ്രൊമോഷനുകൾ കൂടുതൽ സുഗമമാക്കുന്ന രീതിയിൽ ശമ്പള ലെവലുകൾ പുനഃക്രമീകരിക്കണമെന്നും IRTSA ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള 3% വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് 5% ഉയർത്തണമെന്നതാണ് ഇതിലെ മറ്റൊരാവശ്യം. പ്രത്യേക അഡീഷണൽ ഇൻക്രിമെന്റുകൾ നൽകാനുള്ള വ്യവസ്ഥ കൊണ്ടുവരണമെന്നും ആവശ്യമുണ്ട്. കൂടാതെ ടെക്നിക്കൽ സൂപ്പർവൈസർക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർടൈം അലവൻസ്, പ്രൊഡക്ഷൻ കൺട്രോൾ ഓർഗനൈസേഷൻ അലവൻസ് എന്നിവ നൽകണമെന്നും ആവശ്യമുയർത്തിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.